കണ്ടുപിടിച്ചോളൂ. അത് വലിയ അത് ആവശ്യമില്ലാത്തെല്ലാം കൊടുത്ത് പിള്ളേരെ ശീലിപ്പിക്കല്ലേ. BBC വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയാൻ പോകുന്ന തലവടി ചുണ്ടൻ നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ആറാം തമ്പുരാൻ നീറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്ന കാഴ്ച. സാബു നാരായണാചാരി ഒരു ചുണ്ടൻ പാഞ്ഞു വരുന്നുണ്ട്, ഓളത്തിൽ താളം തല്ലി തലയാട്ടി വരുന്നുണ്ട്, ചുണ്ടൻ തലവടിയാടാ തലവടിയാടാ തലവടിയാടാ. ഒരു ചുണ്ടൻ പാഞ്ഞു വരുന്നുണ്ട്, ഓളത്തിൽ താളം തല്ലി തലയാട്ടി വരുന്നുണ്ട്, തലയാട്ടി വരുന്നുണ്ട്, തലവടിയാടാ ചുണ്ടൻ തലവടിയാടാ തലവടിയാടാ തലവടിയാടാ. അപ്പൊ പ്രിയപ്പെട്ടവരെ തലവടി വരുന്നു. അതിനിടയിലൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് കുട്ടനാട് മനോഹരാണ്, പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞാൽ ദുരിതാണല്ലോ. അതിനെ മറികടക്കാൻ വേണ്ടി കുട്ടനാടുകാര് കഴിഞ്ഞ 6-7 കൊല്ലായിട്ട് ആ ദൃശ്യം, ആ വീടിന്റെ ദൃശ്യം നീറ്റിലേക്ക് ഇറങ്ങി. അർജുൻ മട്ടന്നൂർ അങ്ങനെ തലവടി നീറ്റിലേക്ക് ഇറങ്ങുകയാണ്. ആവേശം എത്രത്തോളം? ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ തലവടി ചുണ്ടൻ ഇപ്പോൾ നീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥനകൾക്ക് ശേഷം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഇതാ നീറ്റിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഒരു കരയുടെ വലിയ പ്രതീക്ഷ. നിലവിലെ ചാമ്പ്യന്മാർ വീണ്ടും കിരീടം ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ ആ ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോഴിതാ തലവടി ചുണ്ടനുമായി ഇറങ്ങുകയാണ്. BBC കൈനഗരി നീറ്റിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ആഘോഷത്തോടുകൂടി വഞ്ചിപ്പാട്ടടക്കം പാടിക്കൊണ്ട് എല്ലാവരും ആ കരയിലെ ആളുകൾ എല്ലാവരും ഒന്നാകെ ചേർന്നുകൊണ്ട് നീറ്റിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പുന്നമടയുടെ ഇരിമാറിലേക്ക് തലവടി ചുണ്ടൻ എത്തുകയാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തലവടി ചുണ്ടൻ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ഭാഗത്തേക്ക് എത്തും. അതിന് തൊട്ടു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ തുഴക്കാരും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് എത്തുക. എന്തായാലും രാവിലെ മുതൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. 35 ദിവസത്തിലധികമായി ഉള്ള പരിശീലനമാണ്. പൂർണ്ണമായും പുതിയ ടീം എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ടീമിനെ മറ്റൊരു ക്ലബിലേക്ക് പോയത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴിതാ പുതിയൊരു ടീം സെറ്റാക്കി വന്നിരിക്കുന്നത്. ചേട്ടാ, അങ്ങനെ നീറ്റിലേക്ക് ഇറക്കി അല്ലേ? തീർച്ചയായിട്ടും ഇറക്കി. എങ്ങനെയാ ഇനി ജയിക്കാന്നുള്ളേ ഉള്ളു, കളിക്കുക ജയിക്കുക. അപ്പൊ താരങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തും തീർച്ചയായിട്ടും. ഇവിടുന്ന് ഒന്നിച്ചേ പോകത്തുള്ളൂ എല്ലാവരും. എല്ലാം പുതിയ ടീമാണ്. അതെ, പുതിയതായിട്ട് കഴിഞ്ഞ തവണത്തെ ടീമിനെ മൊത്തം കൊണ്ടുപോയി. അതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. അരുങ്ങുമാർ, അതാണ് ആത്മവിശ്വാസം. കഴിഞ്ഞ തവണത്തെ ടീമിനെ മറ്റൊരു ക്ലബിലേക്ക് പോയെങ്കിൽ പോലും അതൊന്നും തന്നെ അവരുടെ വിജയ സാധ്യത ഒട്ടും ബാധിക്കില്ല എന്ന് പറയുകയാണ്. ഏതാണ്ട് 1.5 മാസം കൊണ്ട് പുതിയൊരു ടീം സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. മാത്രമല്ല തലവടി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ പോകുന്നത് ഇതൊരു വെപ്പ് വെള്ളമാണ് അല്ലേ? വെപ്പ് ബി ഗ്രേഡ് ചിറമേൽ അറിയാം പ്രമോദന്. എനിക്ക് കേരളത്തിൽ എല്ലാ വെള്ളത്തിലും വെപ്പ് വെള്ളം ശരിക്കും പറഞ്ഞാലേ ചുണ്ടൻ വെള്ളം, വെപ്പ് വെള്ളം, ഇരുട്ടുകുത്തി, പിന്നെ തെക്കനോടി 2 മണിയോടുകൂടി ഇതൊക്കെ തുടങ്ങും. ഇതിന്റെയൊക്കെ പേരുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് ചുണ്ടനാണ്. ഈ ചുണ്ടവെള്ളം ആണെങ്കിൽ 11 മണിക്ക് തുടങ്ങും. എപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാവരും പറയും നമ്മൾ സദ്യ നന്നാകുന്ന എപ്പോഴാണ് സാറേ? ചോറിനുമ്പോൾ മാത്രമാണ്. ചോറ് മാത്രം കഴിക്കുമ്പോഴാണോ? അല്ല, പ്രഥമനും ആ തൊടുകറികളില്ലേ? ആ തൊടുകറികളാണ് വെപ്പ്, ഇരുട്ടുകുത്തി, അതേപോലെ തെക്കനോടി. അതെല്ലാം കൂടെ കൂടുമ്പോഴാണ് വള്ളംകളി. അല്ലാതെ ചുണ്ടൻ മാത്രം തുടങ്ങുന്നല്ല. വള്ളം കെട്ടി ഉണ്ടാക്കുന്ന തറയടിക്കും. ഇതിന്റെ കാര്യം സാറേ, ഈ വലിയ ചുണ്ടൻ വള്ളങ്ങളും വലിയ മരങ്ങൾ വീഴുമ്പോൾ ചെറിയ മരങ്ങൾ ഒടിഞ്ഞു പോകുന്ന പറഞ്ഞ പോലെ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഈ അതിപ്രസരത്തിനിടയിൽ, അതായത് മോശമെന്നല്ലേ പറഞ്ഞത്, ഹൃദയപരമായി ഞാൻ ഒരു വലിയ വള്ളം കളിക്കാറുണ്ട്. ഹൗസ് ബോട്ടും കൂടെ വരുമായിരിക്കും. ഇത് ഈ ചെറുവള്ളങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടൽ ഭയങ്കര പറയാതിരിക്കാനൊക്കെ അല്ല. കാരണം കരക്കിരിക്കുന്ന വള്ളങ്ങൾ ആരും തുഴയാൻ എടുക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് നമ്മളെന്തിനാ സാറേ ഇപ്പൊ 1 കോടി രൂപ 1.5 കോടി രൂപ നമ്മുടെ ഒരു വള്ളം കളിക്കാൻ വരുന്നവര് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാവ് ഞാനാന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 16 തവണ പറഞ്ഞ കാര്യച്ചാലുണ്ട്. 12 തവണ
പറഞ്ഞ മറ്റൊരു UBC ഏറ്റവും കൂടുതൽ വിജയിച്ച ക്ലബ്ബ് UBC അതെ 12 തവണയാണ് UBC വിജയിച്ചത്. 2014 അവസാനമായിട്ട് ചമ്പക്കുളത്തിലാണ് അവർ കപ്പെടുത്തത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് UBCക്ക് കപ്പില്ല. അത് ഈ പ്രാവശ്യം എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ അപ്പൊ അതാണൊരു ഇത്രയും വള്ളംകളി കളിച്ചു കഴിയുമ്പോൾ പുറത്തുള്ളൊരു വള്ളംകളിയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ വള്ളംകളി. അതായത് അകത്തുള്ള വള്ളംകളിയും പുറത്തുള്ള വള്ളംകളിയും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വള്ളംകളിയാവുന്നത്. വെള്ളത്തിലാണല്ലോ, അപ്പൊ അത് വെള്ളംകളിയായി മാറുമല്ലോ. ആ സമയമാകുമ്പോഴേക്കും വേറൊരു മൂടായിട്ട് അതിന് നമ്മൾ ലിഖിതമല്ലാത്ത ഒരു ലൈസൻസ് കൊടുത്തിരിക്കുക. നമ്മളെ അതിന് ഒരു ലിഖിതമല്ലാത്ത ഒരു ലൈസൻസ് കൊടുത്തിരിക്കുക. ഇന്നത്തെ കളി ഇന്നത്തെ ആവേശമല്ലേ ഇത് നമ്മുടെ നാട്ടിലില്ല. മറ്റു പിന്നെ എന്തിനാ ജീവിക്കുന്നത്? കണ്ടില്ല സാർ, നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നപ്പോൾ ആവേശം കണ്ടില്ല. ഈ കളി ആവേശമാണ്, ആവേശം സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്